ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതിനോടൊപ്പം തന്നെ ഇന്നലെ കുറച്ച് ലെവൽസ് നമ്മൾ ടെലിഗ്രാമിൽ പ്രൊവൈഡ് ചെയ്തായിരുന്നു. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. എനിക്ക് വീഡിയോ ചെയ്യാൻ ടൈം കിട്ടിയില്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ലെവൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാമിലായിരിക്കും. ഇത്രയും ലെവൽസ് ആയിരുന്നു ഞാൻ ഇന്നലെ പ്രൊവൈഡ് ചെയ്തത്. നിങ്ങൾക്ക് ജസ്റ്റ് ടെലിഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് മാർക്കറ്റ് എക്സാക്ട്ലി നമ്മൾ ഡ്രോ ചെയ്ത ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ആ ഒരു ലെവലിലല്ല, പക്ഷേ മാർക്കറ്റ് ആ ഒരു ഏരിയ വരെ പോയി. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വന്നു. ഈ ഒരു ലെവലായിട്ടുള്ള ആ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,183 എന്ന് പറഞ്ഞ ലെവലിൻ്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫെർദർ ഡൗൺ സൈഡിലോട്ട് വരുമെന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ നമുക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ മാർക്കറ്റ് ആ ഒരു ലെവലിൽ നിന്ന് തന്നെ മാർക്കറ്റ് താഴോട്ട് വന്നു. പക്ഷേ നമുക്ക് എന്താണ്, ഒരു എൻട്രി മോഡിൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ ആ ഒരു ഏരിയാസിൽ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എൻട്രി മോഡിൽ കിട്ടിയത് ഈ ഒരു ഏരിയയിലായിരുന്നു. പക്ഷേ നമുക്ക് ടാർഗറ്റ് കിട്ടിയില്ല. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്വിങ്ങിൻ്റെ താഴത്തെ ലെവലിൽ മാർക്കറ്റിന് ടച്ച് ചെയ്യാനായിട്ട് പറ്റി. അവിടെ നിന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് അപ്സൈഡിലോട്ട് മൂവ് ചെയ്തു. നമ്മൾ ഓൾമോസ്റ്റ് C2Cയിൽ നമ്മൾ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ലെവൽസിനെ എല്ലാം തന്നെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇന്ന് കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് നേരെ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസിൻ്റെയും കാര്യങ്ങളിലോട്ട് പോകാം. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ പേജും കൂടി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാനായിട്ട് ശ്രമിക്കുക. കാരണം മോസ്റ്റ്ലി അവിടെ ഇൻഡിക്കേറ്റേഴ്സ് സെല്ല് ചെയ്യുന്നൊരു പേജാണ്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതേപോലെ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നേരെ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നാളത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കുറച്ചധികം ലെവൽസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ മുന്നേ പറഞ്ഞൊരു കാര്യമായിരുന്നു. നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. മാർക്കറ്റ് കുറച്ച് ദിവസം പോസ് എടുക്കും, നല്ലൊരു ഫോൾ വരും, വീണ്ടും പോസ് എടുക്കും, നല്ല രീതിയിലുള്ളൊരു ഫോൾ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഒരു ഡെയിലിയിൽ ഒരു 2-3 ഡേയ്സ് മാർക്കറ്റ് സൈഡ് വേസിൽ പോകും. നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ സഡൻ ഒരു ഗ്യാപ്പ് ഡൗണും ഫെർദർ നമുക്കൊരു ഫോൾ കണക്ക് കാണാനും, അല്ലെങ്കിൽ ഇന്ന് കണ്ട കണക്ക് തന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം ഫെർദർ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് തന്നെ കൂടുതൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇന്ന് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ നാളത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്ന കുറച്ച് പോയിൻറ്റ്സ്, ഈ പോയിൻറ്റ്സിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ വാച്ച് ചെയ്തേക്കുന്നത് ഈ ഒരു ലെവലാണ്. ആ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,260 എന്ന് പറഞ്ഞ ലെവൽ. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ അപ്സൈഡിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് ഡേ ആയിട്ടുള്ള നാളെ മാർക്കറ്റ് ഈ ഒരു ലെവലായിട്ടുള്ള 22,000 എന്ന് പറഞ്ഞ ലെവൽ 22,004, ഓൾമോസ്റ്റ് 22,000 എന്ന് പറയുന്ന ഒരു റൗണ്ട് ലെവലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് ഇന്നും വീണ്ടും മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് തന്നത്. അപ്പോൾ ആ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ബെയറിഷാണ്, വീണ്ടും ഡൗൺ സൈഡിലോട്ട് തന്നെ പോകാനുള്ള ഹൈ പ്രോബബിലിറ്റി ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി മാർക്ക് ചെയ്തേക്കുന്ന 2 ലെവൽസാണ് ഈ ഒരു ഗ്രീൻ ലൈൻസിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ലെവൽസ്. ഈ ഒരു ലെവലിൽ നിന്നൊക്കെ മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകുമെന്നല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് 22,131 എന്ന് പറഞ്ഞ ലെവലാണ്. ഈ ഒരു ലെവലിൽ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫെർദറായിട്ട് മാർക്കറ്റ് 22,071 എന്ന് പറഞ്ഞ ലെവലിലോട്ട് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ നിന്ന് ബയേഴ്സ് ഇൻട്രസ്റ്റഡ് ആയില്ലെങ്കിൽ ഫെർദർ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ടായിട്ടുള്ള 22,000 എന്ന് പറഞ്ഞ ലെവലിലോട്ട് മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലായിട്ടുള്ള 22,173 എന്ന് പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫെർദറായിട്ട് ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മാർക്കറ്റ് ഈ 2 ഗ്രീനിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മാർക്കറ്റിന് വേണമെങ്കിൽ നല്ല സെല്ലിംഗ് പ്രഷറോ അല്ലെങ്കിൽ ഒരു ബൈയിങ് പ്രഷറോ കാണിക്കാനുള്ള മോർ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ 2 ലെവൽ മാർക്കറ്റ് ടേക്ക് ചെയ്തതിന് ശേഷം അപ്പ് സൈഡിലോട്ടോ ഡൗൺ സൈഡിലോട്ടോ എൻട്രി എടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. അല്ലാതെ ചാടിക്കയറി എൻട്രീസിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ലോസ് വരാനുള്ള ഒരു ഹൈ ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്കുള്ള അനാലിസിസ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. ഒരിക്കലും ഈ ലെവൽസിൽ പോയിട്ട് എൻട്രി എടുക്കാതിരിക്കുക. ഈ ലെവൽസിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്തോ ഇല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പോകുന്ന സമയത്തോ ഏതെങ്കിലും ഉള്ള ഒരു രീതിയിലുള്ള എൻട്രി മോഡൽസ് നമുക്ക് കിട്ടുവാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, ആ ഒരു ഏരിയാസിൽ പോയിട്ട് എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ ഞാൻ എല്ലാ ലെവൽസും ഒന്നും കൂടി പറഞ്ഞു തരാം.
ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ലെവലാണ് 22,261 എന്ന് പറഞ്ഞ ലെവൽ. അതിന് താഴെ 22,215 എന്ന് പറഞ്ഞ ലെവൽ. അതിന് താഴെ 22,174 എന്ന് പറഞ്ഞ ലെവൽ. അതിന് താഴെ 22,131 എന്ന് പറഞ്ഞ ലെവൽ. അതിന് താഴെ 22,071 എന്ന് പറഞ്ഞ ലെവൽ. അതിന് താഴെ നമ്മൾ കാണുന്നതാണ് 22,000 എന്ന് പറഞ്ഞ ലെവൽ. ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ ആയിട്ട് 21,946 എന്ന് പറഞ്ഞ ലെവലിലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേക്കുള്ള വീഡിയോ. നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഒന്നുകൂടി പറയാം. ഈ 21,947 താഴെ മാർക്കിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ ഒരു ലെവൽസിൽ നിന്നൊക്കെ നമ്മൾ ഈ ഒരു ലെവൽ ഇന്നലെ മാർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ആ ലെവൽസിൽ നിന്നൊക്കെ മാർക്കറ്റ് വന്നത് കണക്ക് വേണമെങ്കിൽ ഷാർപ്പായിട്ടോ ഇല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് പോസ് എടുക്കാനായിട്ടുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.